ഹരേ കൃഷ്ണ. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് വീഡിയോ ഇടുകയും കൂടുതൽ ആൾക്കാരും അത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പലരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചെന്നറിഞ്ഞതിലും അതിലേറെ സന്തോഷം. ഈ മാസത്തിൽ മൈത്രേയ മുഹൂർത്തം 2 ദിവസമാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് ഈ മാസത്തിൽ. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം എന്തിനാണ് മൈത്രേയ മുഹൂർത്തം നമ്മൾ നോക്കുന്നത്. നമ്മുടെ കടങ്ങൾ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതിന് മൈത്രേയ മുഹൂർത്ത സമയത്ത് കടങ്ങൾ തിരിച്ചടയ്ക്കുകയോ അതിന് സാധിക്കാത്തവർക്ക് ഒരു പേപ്പർ കവർ എടുത്ത് അതിൽ കുറച്ച് തുക ആ ഒരു കടമടയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഒരു പേപ്പർ കവർ എടുത്ത് അതിന് പുറത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ അതെഴുതി പ്രാർത്ഥിച്ചിട്ട് ചെറിയൊരു തുക ആ കവറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടും. ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. ഏത് ന്യായമായ ആഗ്രഹത്തിന് വേണ്ടിയും നമുക്കിത് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ജൂൺ 12-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അതികാലെ 2-നാണ് ആരംഭിക്കുന്നത്. രാവിലെ 3:57 വരെയുണ്ട്. 2 AM to 3:57 AM ആണ്. മേടം ലഗ്നവും അശ്വതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലുമാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത്. രണ്ടാമത്തേത് ജൂൺ 27-ാം തീയതി ശനിയാഴ്ചയാണ്. 3 PM ആണ് to 5, ഒരു 5:40 അല്ലെ 5:40 വേണ്ട, ഒരു 5:15 വരെ 5:30 വരെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലുമാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മുടെ കടങ്ങൾ തിരിച്ചടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കവറിലാണ് പണം വെക്കുന്നതെങ്കിൽ കവറിൽ അതിലേക്ക് പൈസ എടുത്തു വെക്കുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ കുലദൈവത്തിനോട് വേണം പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം ഗണപതി ഭഗവാനോടും സുബ്രഹ്മണ്യ സ്വാമിയോടും പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു തുക എടുത്തു വയ്ക്കാൻ. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ കവറിൽ എടുത്ത് വെക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം എടുത്തു വയ്ക്കാൻ. നമ്മുടെ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും സാധിച്ചു കിട്ടുകയുള്ളൂ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തടസ്സങ്ങൾ മാറ്റി ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. കടം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹവുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ സ്കന്ദഗുരു കവചം ഒക്കെ കേട്ടിട്ട് ഈ ഒരു തുക വയ്ക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാവുന്നതാണ്. കടങ്ങളെല്ലാം അടച്ചു തീർക്കുമ്പോൾ ഒന്നുകിൽ കവറിൽ വെച്ചിരിക്കുന്ന പൈസ കടങ്ങൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അന്നദാനത്തിന് ക്ഷേത്രത്തിൽ എണ്ണയോ പൂക്കളോ ഒക്കെ വാങ്ങി സമർപ്പിക്കുന്നതിന് വേണ്ടിയോ ആ പണം ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതിന് യാതൊരു മുടക്കവും വരുത്തരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഗോൾഡ് പണയത്തിലിരിക്കുകയാണെങ്കിൽ ഒരു ബാങ്കിലാണെങ്കിൽ ആ ബാങ്കിലേക്ക് ഇതിന് അടയ്ക്കാനുള്ള തുക എന്ന് കവറിലെ പുറത്തെഴുതുക. അതിനുശേഷം ഈ മൈത്രേയ മുഹൂർത്തത്തിൽ പണമെടുത്ത് സൂക്ഷിക്കുക. അല്ല, വിവാഹമാണ് നടക്കേണ്ടതെങ്കിൽ വിവാഹ ആവശ്യത്തിനായിട്ടുള്ള തുകയെന്ന് കരുതി എഴുതിയതിന് ശേഷം കവറിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടുന്ന തുകയെന്നും പറഞ്ഞ് ഈ കവറിൽ എടുത്തു വയ്ക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ നമ്മുടെ പേരിൽ ഒരു വഴിപാട് നടത്തുന്നതിനോ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ഉത്തമം അന്നദാനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ അങ്ങനെ സമർപ്പിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. നമ്മുടെ മൈത്രേയ മുഹൂർത്തത്തിൽ പൈസ എടുത്തു വെച്ചിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും മുടങ്ങാതെ ചെയ്യുന്നതാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ എന്നെ അറിയുന്ന പലരിലേക്ക് ഞാനിത് എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ മാത്രമേ ഫലമുള്ളൂ. സംശയത്തോടു കൂടി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ പിന്നെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്തു നോക്കൂ. മൈത്രേയ മുഹൂർത്തത്തിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈ വാസ്തുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ മാസം വാസ്തു ദിവസമുണ്ട്.
വാസ്തു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാസ്തു ദോഷങ്ങളുണ്ടെങ്കിൽ ആ ഒരു ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് വാസ്തു ദീപം കൊളുത്തുന്നത് വഴി മാറിക്കിട്ടും. വാസ്തു സമയം എന്ന് പറയുന്നത് ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെയാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ അത് താമസിച്ചു പോകും. ഈ ഫസ്റ്റ് വാസ്തു ദിവസം നിങ്ങൾക്ക് മിസ്സായി പോവും. പക്ഷേങ്കിൽ എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇടാതെ ഇരിക്കാൻ പറ്റുന്നില്ല. മൈത്രേയ മുഹൂർത്തവുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമല്ലോ. അത് നിങ്ങളിപ്പം വാടക വീട്ടിൽ താമസിക്കുന്നവർക്കോ സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഈ കാര്യം ചെയ്യുമ്പോൾ അടുത്ത് തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വെള്ളം കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ത്രിപുഷ്കര യോഗം ദിവിഷ്കര യോഗവും നമ്മൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ത്രിപുഷ്കര യോഗത്തിൻ്റെ യോഗ സമയത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ 2 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന കാര്യം വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റായി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ദിവിഷ്കര യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് നമ്മൾ ആർക്കും കടം കൊടുക്കാതിരിക്കുക, ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കടം വാങ്ങിക്കാതിരിക്കുക, പണയം വെക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സമയത്തൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയെങ്കിലും വേണം. FD ഇടുന്നതിന്, വസ്ത്രം വാങ്ങുന്നതിന്, സ്വർണം വാങ്ങുന്നതിന് എല്ലാത്തിനും നല്ലൊരു സമയമാണ് ഈ 2 സമയം. ഈ മാസത്തിലെ ത്രിപുഷ്കര യോഗം വരുന്നത് ജൂൺ 16-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെയാണ്. അതായത് ജൂൺ 16 വൈകുന്നേരം 6 മുതൽ 12 മണി വരെയാണ്. 12:52 വരെ വരുന്നുണ്ട്. അടുത്ത ജൂൺ 21-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ് വരുന്നത്. ഞായറാഴ്ച രാവിലെ 9:31 AM to 3:20 PM ആണ് ഞായറാഴ്ച വരുന്നത്. അതുപോലെ ദിപുഷ്കര യോഗം ജൂൺ 7-ാം തീയതി ഞായറാഴ്ചയാണ്. അതികാലെ 2:41 മുതൽ രാവിലെ 7:55 വരെ ഉള്ള സമയമാണ്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ സമയമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് നോക്കാം. ഒരു വർഷകാലമാണ് ഇത്. ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു വർഷകാലമാണ്. അപ്പോൾ ഈ ഒരു വർഷകാലം നമ്മൾ ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ച് പറയാം. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് സകലവിധ നന്മകളും നൽകുന്ന ഗ്രഹമാണ്. നമ്മൾ പറയുമല്ലോ, ഗുരുഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കോടി പുണ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും നമുക്ക് ഗുരുബലം ഉണ്ടായിരിക്കണം. ഏതൊരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിലും നമുക്ക് ഗുരുബലം ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് ഗുരുവിൻ്റെ അനുഗ്രഹം, വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഏതൊരു രാശിമാറ്റം വരുമ്പോഴും കുറച്ച് രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടായിരിക്കും, കുറച്ച് രാശിക്കാർക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. കുറച്ച് പേർക്ക് കുറച്ച് മോശമായിട്ടുള്ള ഫലങ്ങളും ആയിരിക്കും. അതിങ്ങനെ ഓരോ വർഷവും മാറി മാറി വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ വർഷം ഒരു 5 രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളുണ്ട്, 3 രാശിക്കാർക്ക് മിക്സഡ് ആയിട്ടുള്ള ഫലങ്ങളാണ്, 4 രാശിക്കാർക്ക് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ ഒരു രാശിമാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം ഉച്ചസ്ഥാനത്ത് വരുന്നത് എന്നുള്ളതാണ്. കർക്കിടകത്തിലാണ് വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കർക്കിടകത്തിലേക്ക് ഗുരുഗ്രഹം വരുന്നത് ഈ ഒരു ജൂൺ 1-ാം തീയതി രാത്രി 11:15 ആദ്യത്തെ 5 മാസം, അതായത് ഒക്ടോബർ 31-ാം തീയതി 2027 വരെയും വ്യാഴം കർക്കിടക രാശിയിലാണ്. അതിനുശേഷം വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറിയിട്ട് 3 മാസത്തിന് ശേഷം വീണ്ടും ചിങ്ങൻ രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് തിരിച്ചു വരും. ജൂൺ 25, 2027 വരെയാണ് ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഫലങ്ങളുള്ളത്. കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു നാമം ചൊല്ലുക എന്നുള്ളതാണ്. ഭഗവാന്റെ 28 നാമങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കും, അങ്ങേക്ക് ഒരുപാട് നാമങ്ങളുണ്ടല്ലോ, അതിലേത് നാമമാണ് അങ്ങേക്ക് ഏറ്റവും പ്രിയമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, എന്നെ എൻ്റെ ഭക്തർ ഏത് നാമത്തിൽ വിളിച്ചാലും എനിക്ക് പ്രിയം തന്നെയാണ്. എന്നിരുന്നാലും ചോദിച്ചത് കൊണ്ട് പറയാം, എനിക്ക് ഈ 28 നാമങ്ങൾ വളരെയധികം പ്രിയമുള്ള നാമങ്ങൾ എന്നാണ് പറയുന്നത്. ആ 28 നാമങ്ങളാണ് അടുത്ത ജൂൺ 27 വരെയും എല്ലാ ദിവസവും, അതായത് ജൂൺ 25, 2027 വരെയും എല്ലാ ദിവസവും ഒരേ ഒരു തവണ ചൊല്ലേണ്ടത്. ആ നാമം എന്താണെന്ന് പറയാം. ഈ ഒരു നാമത്തെക്കുറിച്ച് ഏകാദശി വീഡിയോകളിൽ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്.
ഈ നാമം നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ഒക്കെ ചൊല്ലാവുന്ന നാമമാണ്. എന്നിരുന്നാലും ദിവസവും ഒരു തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഏകാദശി ദിവസവും കറുത്തവാവ് ദിവസവും ഒക്കെ ഈ ഒരു നാമം ചൊല്ലുന്നത് പ്രത്യേക ഫലങ്ങൾ ഉണ്ടാവും. നാമം ഇതാണ്: മത്സ്യം കൂർമ്മം വരാഹച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം മനമാലി ഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണ ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപത്തെ നാസ്തിപാതകം. ഇത് നമുക്ക് ചൊല്ലുന്നത് 1 മിനിറ്റ് സമയം പോലും ആവശ്യമില്ല. ഇത് ഞാൻ ഇങ്ങനെ ചൊല്ലിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ നാമം ടൈപ്പ് ചെയ്ത് വച്ചേക്കാം. അപ്പോൾ നിങ്ങൾ 28 തവണ ഈ നാമം ചൊല്ലണം. ഇതിനൊരു പ്രത്യേക സമയം പോലും ആവശ്യമില്ല. വ്യാഴമാറ്റം അനുകൂലമായിട്ടുള്ള രാശിക്കാർക്ക് ആ ഒരു അനുകൂലമായിട്ടുള്ള കാലം കൂടുതൽ നന്മകൾ നൽകുന്നതിന് കൂടുതൽ പ്രയോജനപ്പെടും ഇങ്ങനെ ഈ നാമം കൂടി ചൊല്ലുക. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ കുറച്ച് മിക്സഡായിട്ട് പ്രശ്നമൊന്നും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും മോശമായിട്ടുള്ള സ്ഥിതിയുള്ളവർക്ക് അതൊക്കെ ഓവർകം ചെയ്യുന്നതിനും ഈ ഒരു നാമജപത്തിലൂടെ സാധിക്കും. ഈ ഒരു വ്യാഴമാറ്റം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കോമൺ ആയിട്ട് ചെയ്യേണ്ട ചില വഴിപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. നാമജപത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വഴിപാടുകളെ ആണ് ആദ്യം തന്നെ ശിവക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിവസം ജലധാര നടത്തുക. വളരെ ചെറിയ പൈസയുടെ വഴിപാടുകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ പറയാറുള്ളത്. അതിനോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസം ആർക്കൊക്കെ എങ്കിലും ഒക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മധുരം വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ചിലർക്കത് അംഗീകരിക്കാനും വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക. അതായത് കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. നല്ല മഞ്ഞ നിറത്തിലുള്ള ലഡു ഒക്കെ വാങ്ങി കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഒരു തിങ്കളാഴ്ച. പിന്നെ ജലധാര നടത്തുന്ന ആ ഒരു ദിവസം തന്നെ ലഡു കൂടി കൊടുക്കാൻ സാധിച്ചാൽ വളരെ നല്ല ഫലമാണ്. മഞ്ഞ നിറത്തിലുള്ള ലഡു വേണം കൊടുക്കേണ്ടത്. ഗുരുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതുകൂടി നമ്മൾ ചെയ്യേണ്ട ഗുരുക്കന്മാരുടെ, അതായത് ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി, സായിബാബ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ സായിബാബ ദത്താത്രേയ ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അവിടെ പൂജയുള്ള ഇടങ്ങളിൽ പോയി അവിടെ മാസത്തിൽ ഒരിക്കൽ അന്നദാനം ചെയ്യുക. അന്നദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാനത്തിലേക്ക് നിങ്ങളുടെ ഒരു വക തുക ഏൽപ്പിക്കുക. നമുക്ക് ഗുരുബലം കൂടുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യാം. ഇതൊരു പരിഹാരമാണ്. ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ചെയ്യുന്നത് കൂടുതൽ നന്മകൾ ലഭിക്കും. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരുടെ വീട്ടിലും ചന്ദനക്കട്ട ഉണ്ടായിരിക്കുമെന്ന് തന്നെ കരുതുന്നു. ഓൾറെഡി നമ്മൾ ചന്ദനം അരച്ച് പൂക്കൾ അതിൽ മുക്കി അർച്ചന ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പേർ ചന്ദനക്കട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചന്ദനക്കട്ട അരച്ച് വെക്കുക. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ചന്ദനം അരച്ച് റോസ് വാട്ടർ മുക്കി നല്ലതുപോലെ അരച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വന്നാൽ ആ ഒരു ചന്ദനം കൊണ്ട് ഒരു കുറി തൊടുക എന്നുള്ളതാണ്. ഈ ചന്ദനം കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കുറി തൊടുന്നത് നമുക്ക് ഗുരുബലം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാ ദിവസവും ചെയ്യണം. ശിവക്ഷേത്രങ്ങളിലും സായിബാബാ മന്ദിരത്തിലും ഒക്കെ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഇത് ഈ ഒരു വർഷം, അതായത് 2027 ജൂൺ 25 വരെ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഈ ജൂൺ മാസത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് എന്നതിനെക്കുറിച്ച് പറയുന്നതിന് ഇത് 27 നക്ഷത്രക്കാരും ഫോളോ ചെയ്യാം. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല ഇന്ന നക്ഷത്രത്തിൽ ഉള്ളവർക്ക് വേണ്ടിയല്ല, 27 നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ബിസിനസ് ചെയ്യുന്നവരാണ് എപ്പോഴും നഷ്ടമാണെങ്കിൽ അവർക്ക് അടുത്തുള്ള ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാഹുകാലത്തിൽ പോയി അർച്ചന നടത്തുന്നത് വളരെ നല്ല ഫലം നൽകും. ശനിയാഴ്ച രാഹുകാലം എന്ന് പറയുന്നത് രാവിലെ ആണ്. ആ സമയത്ത് 9 മുതൽ 10 വരെയുള്ള സമയമാണ്. ആ സമയത്ത് പോയി ചെയ്യുക. സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി, ഫിനാൻഷ്യൽ ഗ്രോത്ത് ലഭിക്കണം എന്നുള്ളവർക്ക് വ്യാഴാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോയി നല്ലെണ്ണ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരേ ഒരു ദീപം കൊളുത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അവിടെ ക്ഷേത്രത്തിൽ വിളക്കുണ്ടെങ്കിൽ ആ വിളക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ്. നമ്മുടെ ശിവക്ഷേത്രങ്ങളിൽ ഫ്രണ്ടിലൊരു വിളക്ക് തെളിയിച്ചിട്ടുണ്ടാകും, ചങ്ങല വിളക്ക്. അപ്പോൾ അതിൽ ഈ എണ്ണ ഒഴിക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇരുന്ന് നമുക്കറിയാവുന്ന ശിവനാമങ്ങൾ, ഏത് നാമങ്ങൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്, ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വൈകിട്ടാണ്. ഒരു 7:30 മണി മുതൽ 8 മണി വരെയുള്ള സമയമാണ്
ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഈ ഒരു മാസം ഒരുപാട് കടങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പണം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം വരാഹി ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന നടത്തി അവിടെ ഇരുന്ന് വരാഹി ദേവിയുടെ ഒരു നാമം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വരാവുന്നതാണ്. വരാഹി